ഹലോ, അപ്പോൾ നമ്മളിന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ സ്ഥിരമായിട്ട് എക്സാംസിന് ചോദിക്കുന്ന കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഫസ്റ്റ് ചാപ്റ്റർ, അതായത് CBSE 10th CBSEയുടെ ഫസ്റ്റ് ചാപ്റ്ററായ റിയൽ നമ്പേഴ്സിൽ നിന്ന് സ്ഥിരമായിട്ട് കഴിഞ്ഞ CBSE കഴിഞ്ഞ ഒരു 4-5 കൊല്ലത്തെ അല്ലെങ്കിൽ ഒരു 5-8 കൊല്ലത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഇതുവരെ പറഞ്ഞ പോർഷൻസിലുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് എടുത്ത് നോക്കാം. Show that any positive odd integer is of the form 6 cube plus 1 or 6 cube plus 3 or 6 cube plus 5 where q is some integer. അപ്പോൾ any positive odd integer ആണ് പറഞ്ഞിരിക്കുന്നത്. any positive odd integer. ഓക്കെ, അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. This of the form, മൂന്ന് ഫോം വന്നിട്ടുണ്ട്. 6q plus 1, 6q plus 3 or 6q plus 5 where q is also an integer. പറഞ്ഞല്ലോ. ശരി, അപ്പൊ ഇതുവരെ നമ്മൾ എന്തൊക്കെ പഠിച്ചത്? ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ? യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ എന്താ പഠിച്ചു അല്ലെ? യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ എന്താ പഠിച്ചു? ആ യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് HCF എങ്ങനെ കാണാന്നുള്ളതും പഠിച്ചു. അപ്പൊ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ എന്തായിരുന്നു യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയിൽ പറയുന്ന റിസൾട്ട് എന്തായിരുന്നു? ഒരു എയും ബിയും ഉണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ ഒരു എയും ബിയും ഉണ്ടെങ്കിൽ എനിക്കൊരു ക്യൂവും ആറും കണ്ടുപിടിക്കാൻ പറ്റും. such that A equal to BQ plus R where R lies between 0 and B. ഈ റിസൾട്ട് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഈ റിസൾട്ടും യൂക്ലിഡ്സ് ഡിവിഷനിലും എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മുടെ മുമ്പത്തെ ഇവിടെ പോസ് ചെയ്യുക, മുമ്പത്തെ വീഡിയോ എടുത്ത് നോക്കുക. വീഡിയോ എടുത്തിട്ട് പഠിച്ചിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വരാം. അപ്പൊ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ എന്താണെന്നുള്ളത് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. A equal to BQ plus R എന്നുള്ള റിസൾട്ട് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് അതാണ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ പറയുന്നത്. അപ്പൊ അത് ഇവിടെ എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളതാണ് ഇനി അടുത്ത നമ്മുടെ ചോദ്യം അല്ലെ? അപ്പൊ A equal to BQ plus R for any positive integers A and B അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. For any positive integers A and B there exists unique Q and R such that A equal to BQ plus R അല്ലെ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? ഷോ ദാറ്റ് എനി പോസിറ്റീവ് ഓഡ് ഇന്റിജർ, ഏതൊരു പോസിറ്റീവ് ഓഡ് ഇന്റിജറിനെ എടുത്താലും അത് ഈ മൂന്ന് ഫോമിലേ വരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ A കൊണ്ട് BQ plus ആണ് എടുക്കുന്നത്. ഏതൊരു ഇന്റിജർ എടുത്താലും ഈ റിസൾട്ട് എന്താ പറയുന്നത്? ഏതൊരു ഇന്റിജേഴ്സ് A and B എടുത്താലും, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി നന്നായി പറയുകയാണെങ്കിൽ ഏതൊരു ഇന്റിജർ A എടുത്താലും അതിനെ എനിക്ക് BQ plus R എന്നുള്ള ഫോമിൽ എഴുതാം എന്ന് പറഞ്ഞോടെ. ഫോർ സം ഗിവൺ B, ഏതൊരു നമ്പർ എടുത്താലും, ഒരു A എന്നുള്ളൊരു നമ്പർ എടുത്താലും, ഏതൊരു നമ്പർ എടുത്താലും, ഏതൊരു പോസിറ്റീവ് ഇന്റിജർ എടുത്താലും എനിക്ക് ഇങ്ങനെ എഴുതാം, ഈ ഫോമിൽ എഴുതാം. A equal to BQ plus R എന്നുള്ള ഫോമിൽ എഴുതാം ഫോർ എ ഗിവൺ B. പറയാലോ. അപ്പൊ ഇവിടെ എന്താ? ഷോ ദാറ്റ് എനി പോസിറ്റീവ് ഓഡ് ഇന്റിജർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എനി പോസിറ്റീവ് ഇന്റിജറിന്റെ കേസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ എനി പോസിറ്റീവ് ഓഡ് ഇന്റിജർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓഡ് ഇന്റിജർ, ഈവൻ ഇന്റിജർ. എന്താ ഓഡും ഈവനും? എന്താണ് ഓഡും ഈവനും തമ്മിലുള്ള വ്യത്യാസം? ഒരു ഇന്റിജർ ഓഡാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ഈവൻ എങ്ങനെയാണെന്ന് പറയാം അല്ലെ? കുറച്ചും കൂടി നന്നായിട്ട് ഈവൻ എന്നുള്ള കേസ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു നമ്പർ ഈവൻ ആണെങ്കിൽ, ഈവൻ നമ്പറിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാ? 4, 6, 2 അല്ലെ, 2, 4, 6, 8, 10 എക്സെട്ര. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താ? ഇതൊക്കെ ഈവൻ നമ്പേഴ്സ് ആണ് അല്ലെ? ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താ? ഇതൊക്കെ 2 കൊണ്ട് ഡിവിസിബിൾ അല്ലേ? 2 into സംതിങ് എന്ന് പറഞ്ഞാൽ 2x. x 1 ആയാൽ 2 into 1 2 ആവും. x 2 ആയാൽ 2 into 2 4 ആവും. x 3 ആയാൽ 2 into 3 6 ആവും. അപ്പൊ എനിക്ക് എന്തായി? ഇവിടെ ഇത് 2 into എന്തെങ്കിലും ഒരു നമ്പർ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റുമല്ലോ ഈ പറയുന്ന നമ്പേഴ്സിനെയൊക്കെ. അപ്പൊ എനിക്കൊരു ഈവൻ ഇന്റീജർ ആണെങ്കിൽ, ഒരു
ഇന്റിജർ ഈവൻ ആണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ദാറ്റ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 or ദാറ്റ് ഇന്റിജർ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 or ദാറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 2 എന്ന് പറയാൻ പറ്റും ആണല്ലോ. അപ്പൊ അത് ആലോചിച്ച് വെക്കാം. അപ്പൊ എന്താ ആലോചിച്ച് വെക്കേണ്ടത്? ഡിവിസിബിൾ ബൈ 2 എന്ന് പറയുന്ന കേസ് ആലോചിച്ച് വെക്കാം. ഡിവിസിബിൾ ബൈ 2 ഈവൻ എന്നുള്ള കേസ് വന്നാൽ, ഈവൻ എന്നുള്ള കേസ് വന്നാൽ ദാറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 2 ആണ്. ഈവൻ നമ്പർ, ഈവൻ നമ്പേഴ്സ്. ഓക്കെ, ഡിവിസിബിൾ ബൈ 2 ആണ്. അപ്പൊ അത് ആലോചിച്ചു. ഇനി ഈ a equal to bq plus r എന്നുള്ള കേസ് എടുക്കാം. For any given a, you can write a equal to bq plus r. You can write this in the form a equal to bq plus r for a given b. അതായത് നമുക്ക് എയും ബിയും തന്നിട്ടുണ്ടെങ്കിൽ എന്നുള്ള കേസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, എനി പോസിറ്റീവ് ഓഡ് ഇന്റിജർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഈ റിസൾട്ട് ഇവിടെ യൂസ് ചെയ്തത് a equal to bq plus r. ഈ പറയുന്ന മൂന്നെണ്ണം നോക്കിയേ, bq plus r, bq plus r, bq plus r. ആ ഫോർമുലല്ലേ വന്നിരിക്കുന്നത് അല്ലേ? bq plus r എന്നുള്ള ഫോർമുലല്ലേ വന്നിരിക്കുന്നത് നോക്കിയേ ആണല്ലോ. അപ്പൊ ബി എന്താണ് എടുത്തിരിക്കുന്നത്? ബി അപ്പൊ അവിടെ 6 അല്ലേ? ബി അവിടെ എന്താ? ബിക്ക് അവിടെ എന്താ? 6 ആണ് വന്നിരിക്കുന്നത്. സോ ടേക്ക് ബി ഇസ് ഈക്വൽ ടു 6. ടേക്ക് ബി ഇസ് ഈക്വൽ ടു 6. അങ്ങനെയാണെങ്കിൽ എനി പോസിറ്റീവ് ഇന്റിജർ എ നെ എനിക്ക് എങ്ങനെ എഴുതാം? 6q plus r. കാരണം എയും ബിയും എനിക്ക് ചോയ്സ് ആണ്. എനി പോസിറ്റീവ് ഇന്റിജർ എന്നുള്ള കേസാണ് എനിക്ക് എ പറയുന്നത് അല്ലെ? ഫോർ എനി ഗിവൺ ബി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ബി എന്നുള്ളത് എന്റെ ചോയ്സ് ആണ്. ഫോർ എനി ഗിവൺ എ ആൻഡ് ബി വിൽ ഗെറ്റ് യൂണിക് q and r എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഗിവൺ പോസിറ്റീവ് എനി പോസിറ്റീവ് ഇന്റിജർ ഞാൻ എടുത്തു, ഏതൊരു പോസിറ്റീവ് ഇന്റിജർ എ എടുത്താലും ഫോർ എ ഗിവൺ ബി എന്ന് പറയുന്നത് ബി എനിക്ക് ചൂസ് ചെയ്യാമല്ലോ. അപ്പൊ ഞാൻ ബി എങ്ങനെ എടുത്തു? ടേക്ക് ബി ഇസ് ഈക്വൽ ടു 6. കാരണം എനിക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫോം 6 എന്നുള്ള രീതിയിലാണ്. 6q plus 1, 6q plus 3, 6q plus 5. അപ്പൊ ഞാൻ ബി ഈക്വൽ ടു 6 എടുത്തു കഴിഞ്ഞാൽ എ ഈക്വൽ ടു bq plus r ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എ ഈക്വൽ ടു 6q plus r എന്ന് കിട്ടും. ഓക്കെ, ഇനി എ ഈക്വൽ ടു 6q plus r ആണെങ്കിൽ ആറിന്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാ? പോസിബിലിറ്റീസ് ഓഫ് r എന്താ? ആറിന്റെ കണ്ടീഷൻ എന്താ? r must be between 0 and b ആണല്ലോ. r must be between 0 and b. അവിടെ b എന്താ? ഇവിടെ b is 6. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് r is between 0 and 6 അല്ലേ? അപ്പൊ പോസിബിലിറ്റീസ് ഓഫ് r എന്താ വരിക? പോസിബിലിറ്റീസ് ഓഫ് r എന്താ വരിക? അപ്പൊ പോസിബിലിറ്റീസ് ഓഫ് r എന്താ വരിക? പോസിബിലിറ്റീസ് ഓഫ് r will be 0, 1, 2, 3, 4, 5. 6 പറ്റുമോ? 6 പറ്റില്ല. 6 പറ്റാത്ത എന്താ റീസൺ? എന്താ? യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയുടെ വീഡിയോ പോയി നോക്കുക, അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട്. ഇവിടെ 6നേക്കാളും ചെറുത നമ്പറേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, ചെറിയ നമ്പറേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 6 എന്ന് പറയുന്നത് ഇവിടെ പോസിബിൾ അല്ല. സോ പോസിബിലിറ്റീസ് ഓഫ് r എന്താ? 0, 1, 2, 3, 4, 5. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഇനി അപ്പൊ ഞാൻ ഇതിൽ നിന്ന് മാറ്റി എഴുതാണേ. a equal to bq plus r ആണ് നമ്മൾ തുടങ്ങിയത്. അതിന് a equal to 6q plus r കിട്ടി. പോസിബിലിറ്റീസ് ഓഫ് r 0, 1, 2, 3, 4, 5 ഉണ്ട്. അതായത് ദാറ്റ് ഈസ് എന്താ? 6q plus, അപ്പൊ ഏതൊരു പോസിറ്റീവ് ഇന്റിജറിനെയും എങ്ങനെയൊക്കെ എഴുതാം? a equal to 6q plus r എന്നുള്ള ഫോമിൽ എഴുതാം. അതിൽ r ന്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാ? 0, 1, 2, 3, 4, 5. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? 6q plus 0 അല്ലെങ്കിൽ a equal to 6q plus 1 അല്ലെങ്കിൽ a equal to 6q plus 2 അല്ലെങ്കിൽ a equal to 6q plus 3 അല്ലെങ്കിൽ a equal to 6q plus 4 അല്ലെങ്കിൽ a equal to 6q plus 5. ഇത്രയും കേസസ് നമുക്ക് എഴുതാൻ പറ്റും ആണല്ലോ. ഇത്രയും കേസസ് നമുക്ക് എഴുതാൻ പറ്റും. ശരി, ഇനി 6q plus 0 means it's actually 6q. 6q തന്നെ. ഈ 6q നെ എനിക്ക് 2 into 3q എന്ന് എഴുതിക്കൂടെ? 2 into 3q എന്ന് എഴുതിക്കൂടെ? That is actually 6q ആണല്ലോ.
അപ്പൊ നീ അവിടെ എഴുതിയിരിക്കുന്ന നോക്കണേ, ഡിവിസിബിൾ ബൈ 2, ദാറ്റ് മീൻസ് 2 into something എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ദാറ്റ് ഇസ് ആൻ ഈവൻ നമ്പർ. സോ 2 into something എന്നുള്ള ഫോമിലല്ലേ ഇത് വന്നിരിക്കുന്നത്. 2 into divisible by 2 എന്ന് പറഞ്ഞാൽ 2 into എന്തെങ്കിലും ഒരു നമ്പർ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും എനിക്ക്, അല്ലെ ആ നമ്പറിനെ. അപ്പൊ ദാറ്റ് ഈസ് ആൻ ഈവൻ നമ്പർ. സോ ഇവിടെ നോക്കിയേ 2 into 3q എന്നുള്ള ഫോമിലല്ലേ. സോ ദിസ് മീൻസ് ദിസ് ഇസ് ആൻ ഈവൻ നമ്പർ. ഓക്കെ, ദിസ് ഇസ് ആൻ ഈവൻ നമ്പർ. ഇനി അടുത്തത് 6q plus 2, അതിനെങ്ങനെ എഴുതാം. 2 into പുറത്തേക്ക് എടുത്താൽ ഇത് രണ്ടിൽ നിന്നും 2 പുറത്തേക്ക് എടുത്താൽ 3q plus 1, 2 into 3q 6q, 2 into 1 2, which is also 2 into something എന്നുള്ള ഫോമിലാണ്. That is divisible by 2. That means this is an even number. 6q ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ 6q plus 1 എന്താ, ഓഡ് നമ്പർ ആണ്, ആണല്ലോ. 6q plus 2 ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ 6q plus 3, അതായത് 6q ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ ഞാൻ പറഞ്ഞു 6q plus 1 എന്താണ്, ഓഡ് നമ്പർ ആണ്, അല്ലെ. അപ്പൊ ഞാൻ 3 ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ 2 ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ 2 plus 1 എന്ന് പറഞ്ഞാൽ അടുത്ത നമ്പർ എന്തായിരിക്കും, ഈവൻ ആയിരിക്കും, സോറി ഓഡ് ആയിരിക്കും, അല്ലെ. 2 is an even number, then 2 plus 1 which is 3 is odd. അതുപോലെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ 6q ഈവൻ ആണെങ്കിൽ 6q plus 1 ഒരെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ that will be an odd number. Similarly 6q plus 1 odd number കിട്ടി. 6q plus 2 is an even number എന്ന് പറഞ്ഞു. അതായത് 6q plus 2 is even. That means 6q plus 2 plus 1 എന്തായിരിക്കും, odd ആയിരിക്കും. That means 6q plus 3, അല്ലെ, ഇത് രണ്ടും 3 is odd. So this is odd. അതുപോലെ odd number ആവും. ഇനി 6q plus 4 എങ്ങനെ എഴുതാം, നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. 6q plus 4 നിങ്ങൾ എങ്ങനെ എഴുതിയിട്ടുണ്ടാവും, 2 into 3q plus 2 എഴുതിയല്ലോ. 2 into 3q plus 2 എന്ന രീതിയിൽ എഴുതാൻ പറ്റുമല്ലോ. ശരി, ഇതെന്ത് നമ്പർ, ഈവൻ നമ്പർ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയാം, ഇത് ഈവൻ ആണെങ്കിൽ 6q plus 4 ഈവൻ ആണെങ്കിൽ 6q plus 4 ഈവൻ ആണെങ്കിൽ 6q plus 4 plus 1 എന്തായിരിക്കും, ഓഡ് ആവില്ലേ. That means 6q plus 5 is odd. ആവില്ല. So this is also odd number. അപ്പോൾ ഇവിടെ കിട്ടിയ ഓഡ് നമ്പേഴ്സിന്റെ കേസ് ഏതൊക്കെയാ, 6q plus 5, 6q plus 3, 6q plus 1. Show that any positive odd integer is of the form 6q plus 1 or 6q plus 3 or 6q plus 5. ഏതൊരു ഓഡ് ഇന്റിജർ, പോസിറ്റീവ് ഓഡ് ഇന്റിജർ എടുത്താലും അത് ഏത് ഫോമിലായിരിക്കും, 6q plus 1, 6q plus 3 അല്ലെങ്കിൽ 6q plus 5 എന്നുള്ള കേസിലായിരിക്കും. സോ 6q plus 1 എന്ന് പറയുന്നത് എനിക്ക് 6q ഈവൻ ആണെന്ന് കിട്ടിയതുകൊണ്ട് 6q plus 1 എന്തായി, ഓഡ് നമ്പർ ആണ് കിട്ടി. അല്ലെങ്കിൽ ഓഡ് നമ്പർ ആണെങ്കിൽ ഈ ഫോമാണ് കിട്ടുന്നത് മനസ്സിലായി. അല്ലെങ്കിൽ ഓഡ് നമ്പർ ആണെങ്കിൽ 6q plus 3 ആണ് കിട്ടുന്നത് മനസ്സിലായി. ഓഡ് നമ്പർ ആണെങ്കിൽ 6q plus 5 ആണ് കിട്ടുന്നത് മനസ്സിലായി. ഓക്കെ, മനസ്സിലായോ, കാര്യങ്ങളെല്ലാം മനസ്സിലായോ. ഒന്നും കൂടി നോക്കുക, കംപ്ലീറ്റ് ആയിട്ട് ഒന്നും കൂടി ബാക്ക് റിവൈൻഡ് അടിച്ച് നോക്കുക. മുമ്പത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ടൈപ്പ് അതേപോലെ തന്നെ ഉണ്ടാവും കണ്ടിട്ടുണ്ടെങ്കിൽ, പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ടായി. എന്താ നോക്കിയ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്, എക്സസൈസ് 1.1. യൂസ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ടു ഷോ ദാറ്റ് ദ സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇന്റിജർ ഇസ് ഓഫ് ദ ഫോം 3m or 3m plus 1 for some integer. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, ഷോ ദാറ്റ് ദ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്, സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇന്റിജർ എന്നാണ്. സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇന്റിജർ എന്നാണ്. നേരത്തെ കേസിൽ എന്തായിരുന്നു, ഓഡ് പോസിറ്റീവ് ഇന്റിജർ എന്നാണ് പറഞ്ഞത്.
അല്ലെ? ഇവിടെ സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇൻഡിജർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇസ് ഓഫ് ദ ഫോം 3m or 3m plus 1. ഈ രണ്ട് ഫോമിലെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളത് കാണിക്കണം നമ്മൾ. ഓക്കെ, ഫോർ സം ഇൻഡിജർ m. m is an integer. ശരി, അപ്പോൾ വീണ്ടും ഇവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി. എന്തായാലും യൂസ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ എന്താ? യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ എന്താണ്? ഈ ലെമ്മ എന്ന് എഴുതരുത്, ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എഴുതിയതാണ്. യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ എന്താണ് പറയുന്നത്? ഫോർ എനി a b, for any integers a and b, for any positive integers a and b, there exists q and r such that a equal to bq plus r where 0 less than equal to r less than b. ഇതെല്ലാം നമ്മുടെ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? a equal to bq plus r എന്നുള്ള ഫോമിലാണ്. നേരത്തെ പ്രോബ്ലം നോക്കുക. നേരത്തെ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞിരുന്നു രണ്ട് ഫോമാണ് തന്നിരിക്കുന്നത്. എന്താ? 3m or 3m plus 1 എന്നുള്ള ഫോമിലാണ് തന്നിരിക്കുന്നത്. 3m or 3m plus 1, 3m or 3m plus 1. അതായത് bq plus r എന്ന് പറഞ്ഞ സമയത്ത് b എന്താ? ഇവിടെ b എന്താ? bq plus r, bq plus r, bq plus r, bq plus r എന്താ? b എന്താ ഇവിടെ? അപ്പം b is equal to എന്താ? 6 അല്ല 3. b equal to 6 നേരത്തെ എന്തായത്? 6q plus 1, 6q plus 2, 6q plus 5 ആയിരുന്നു. ഇവിടെ 3m or 3m plus 1 ആണ്. ആ ഫോമിൽ വരണം. എന്ത് ചെയ്യുമ്പോൾ? സ്ക്വയർ ചെയ്യുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞ സാധനം 3m or 3m plus 1 എന്നുള്ള ഫോമിലാണ് വരേണ്ടത്. അപ്പൊ ഇവിടെ 3 വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ടേക്ക് b as 3. അത് ശ്രദ്ധിക്കാം. അപ്പൊ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞ് വന്ന സാധനമാണ് എങ്ങനെ വരുന്നത്? 3m or 3m plus 1 എന്ന ഫോമിൽ വരുന്നത്. അപ്പൊ ഇവിടെ 3 വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഡയറക്ട്ലി ടേക്ക് b as 3. ചില കേസസിൽ മാത്രമേ മാറുള്ളൂ. ഓക്കെ, ചില കേസസിൽ മാത്രമേ മാറുള്ളൂ. അത് ഏതാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെ കേസിലാണുള്ളത് ഡിസ്കസ് ചെയ്യാം. b is equal to 3 എടുക്കുക. അപ്പൊ b എയും എനിക്ക് എടുക്കാൻ പറ്റുന്നതാണ്, ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ b ഞാൻ 3 ആയിട്ട് കൺസിഡർ ചെയ്തു. a എന്ന് പറഞ്ഞാൽ എനി പോസിറ്റീവ് ഇൻഡിജർ എന്നുള്ള ഏരിയയിൽ എനിക്ക് എടുക്കാം. എനി പോസിറ്റീവ് ഇൻഡിജർ ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം a is equal to bq plus r. അപ്പൊ എനിക്ക് ഇവിടെ b ആയാലോ, കയ്യിൽ b ആയി. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? a നെ bq plus r അല്ലേ? bq plus r, that means a is equal to 3q plus r. a is equal to 3q plus r. ഇനി നമുക്ക് r ന്റെ കണ്ടീഷൻസ് നോക്കാം. r ന്റെ പോസിബിലിറ്റി നോക്കാം. r എവിടെ നിന്ന് എവിടെ വരെയാ? r less than b വരെയാണ്. 0 less than or equal to r less than b വരെയാണ്. That means 0 less than or equal to r less than b എന്താ അവിടെ കിട്ടിയത്? 3. So r can be possibilities of r എന്തൊക്കെയാ? Possibilities of r എന്താ? 0, 1, 2. 3 പറ്റോ? 3 നേക്കാളും ചെറുതാണ് വേണ്ടത്. സോ 0, 1, 2 ഈ മൂന്നെണ്ണമാണ് പോസിബിലിറ്റീസ് ഓഫ് r. അപ്പോൾ പോസിബിലിറ്റീസ് ഓഫ് r 0, 1, 2 ആണ്. ദാറ്റ് മീൻസ് a is equal to bq plus r അല്ലെങ്കിൽ a is equal to 3q plus r എന്ന് പറയുന്നത് എങ്ങനെ മാറും? a is equal to 3q plus 0, a is equal to 3q plus 1, a is equal to 3q plus 2 ആണല്ലോ. a is equal to 3q plus 0, a is equal to 3q plus 1, a is equal to 3q plus 2. ഈ മൂന്ന് കേസസ് ആണ് നമുക്ക് കിട്ടിയത് അല്ലേ? ശരി, ഇനി ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും വരാം. യൂസ് യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ ടു ഷോ ദാറ്റ് ദ സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറയുന്നത്. അപ്പൊ എനി പോസിറ്റീവ് ഇൻറ്റിജർ ക്യാൻ ബി റിട്ടൺ ഇൻ ദിസ് ഫോം ഓർ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദിസ് ഫോം. Any positive integer a can be written in 3q plus 0 or 3q plus 1 or 3q plus 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Any positive integer can be written in these three forms അല്ലേ? അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? Show that the square of any positive integer എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനെ ഈ പറയുന്ന ഏതൊരു ഇന്റിജറിനെ എടുത്താലും എനിക്ക് ഈ മൂന്ന് ടൈപ്പിൽ എഴുതാൻ പറ്റും. ഏതൊരു ഇന്റിജറിനെ എടുത്താലും അതിൽ ഒന്നില്ലെങ്കിൽ ഈ ടൈപ്പ് അല്ലെങ്കിൽ ഈ ടൈപ്പ് അല്ലെങ്കിൽ ഈ ടൈപ്പ് അങ്ങനെ എഴുതാൻ പറ്റും. ഈ മൂന്ന് ടൈപ്പിൽ നമുക്ക് എഴുതാൻ പറ്റും. 3q plus 0 അല്ലെങ്കിൽ 3q plus 1 or 3q plus 2
ഈ മൂന്ന് ടൈപ്പിൽ ഏതെങ്കിലും ഒരു ടൈപ്പിൽ ഏതൊരു ഇൻഡിജറിന് എടുത്താലും എഴുതാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇൻഡിജർ എന്നാണ്. അപ്പൊ ഏതൊരു പോസിറ്റീവ് ഇൻഡിജറിനെ എങ്ങനെ എഴുതാൻ പറ്റും? അപ്പൊ അതിന്റെ സ്ക്വയറിന് എടുത്തു കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് കാണിക്കുന്നത്. അതിനെ ഈ രണ്ട് രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ എന്ന് കാണിക്കണം. ഒന്നുകൂടി പറയാം, ഏതൊരു പോസിറ്റീവ് ഇൻഡിജറിന് എടുത്താലും ഈ മൂന്ന് ടൈപ്പിൽ എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് ഇൻഡിജർ എടുത്താൽ, അങ്ങനെ ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഇൻഡിജർ എടുത്താൽ അതിന്റെ സ്ക്വയറിനെ ഈ രണ്ട് ടൈപ്പിനെ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കാണിക്കേണ്ടത്. അപ്പൊ ഞാൻ ഫസ്റ്റ് കേസ് എടുത്തു. കേസ് 1 എന്താ? കേസ് 1 ഞാൻ സപ്പോസ് എന്റെ കയ്യിലുള്ള പോസിറ്റീവ് ഇൻഡിജർ 3q + 0 എന്നുള്ള ടൈപ്പിലാണെന്ന് വിചാരിക്കാം. സപ്പോസ് എന്റെ കയ്യിലുള്ള ഞാൻ എടുക്കുന്ന പോസിറ്റീവ് ഇൻഡിജർ a = 3q + 0 എന്നുള്ള ഫോമിലാണെന്ന് വിചാരിക്കാം. ഞാൻ +0 എന്ന് എഴുതി എനിക്ക് ഒഴിവായിക്കൂടെ? 3q എന്ന് എഴുതിക്കൂടെ? എങ്ങനെ 3q + 0 എന്ന് എഴുതാം? ദിസ് ഇസ് ആക്ച്വലി 3q എന്ന് എഴുതാം. എഴുതിക്കൂടെ? എഴുതാൻ പറ്റും. ശരി. അപ്പൊ ഇതിന്റെ സ്ക്വയർ എനി പോസിറ്റീവ് ഇൻഡിജർ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇൻഡിജർ, ഞാൻ എന്റെ കയ്യിലുള്ള പോസിറ്റീവ് ഇൻഡിജറിനെ 3q എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. 3q + 0 എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ സ്ക്വയറിനെ എന്ന് പറയുമ്പോൾ a ആണ് പോസിറ്റീവ് ഇൻഡിജർ എങ്കിൽ അതിന്റെ സ്ക്വയർ എടുത്താൽ a² ആവോ? a² ആണെങ്കിൽ റൈറ്റ് സൈഡിലുള്ള സാധനം സ്ക്വയർ ചെയ്തൂടെ? എനിക്ക് സ്ക്വയർ ചെയ്യാം. ഓക്കെ. അപ്പൊ റൈറ്റ് സൈഡിലുള്ള സ്ക്വയർ ചെയ്താൽ എന്താവും? 9q² എന്ന് എഴുതിക്കൂടെ? അപ്പൊ a² എന്ന് പറയുന്നത് 9q² എന്ന് എഴുതാം. അതിനെ ഈ രണ്ട് ഫോമിലെ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒന്നില്ലെങ്കിൽ 3m അല്ലെങ്കിൽ 3m+1 എന്നുള്ള ഫോമിലാണ് കാണിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ഫോമിലേക്ക് മാറ്റാൻ പറ്റുമോ ഇതിനെ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ 9q² ഞാൻ 3 × 3q² എന്ന് എഴുതിയാൽ തെറ്റുണ്ടോ? 3 × 3 9q². റെഡിയാണല്ലോ. എന്നിട്ട് ഞാൻ ഈ പറയുന്ന 3q² ഞാൻ m എന്ന് വിളിച്ചാൽ, 3q² ഞാൻ m എന്ന് വിളിച്ചാൽ എനിക്കിത് എന്ത് ഫോമിലാവും? 3m എന്നുള്ള ഫോമിലാവുമോ? ഒന്നുകൂടി പറയാം. എന്റെ കയ്യിൽ ഞാൻ ആദ്യം എടുക്കുന്ന കേസ് ഏതാ? എനിക്കൊരു പോസിറ്റീവ് ഇൻഡിജറിനെ ഈ മൂന്ന് രീതിയിൽ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞു. അതിലെ ഫസ്റ്റ് കേസ് ആയ ഞാൻ സപ്പോസ് എന്റെ കയ്യിലുള്ള ഞാൻ എടുക്കുന്ന പോസിറ്റീവ് ഇൻഡിജർ a = 3q + 0 അല്ലെങ്കിൽ 3q എന്നുള്ള ഫോമിലാണ് എന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ അതിന്റെ സ്ക്വയറിനെയാണ് ഈ രണ്ട് ഫോമിൽ എഴുതണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പറയുന്ന എന്റെ കയ്യിലുള്ള പോസിറ്റീവ് ഇൻഡിജറിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a² which is 3q the whole square which is 9q² which can be written as 3 × 3q². And I call this 3q² as m. q ഒരു പോസിറ്റീവ് ഇൻഡിജർ ആണ്. q² അതുകൊണ്ട് പോസിറ്റീവ് ഇൻഡിജർ ആയിരിക്കും. അതിനോട് 3 മൾട്ടിപ്ലൈ ചെയ്താൽ 3 ഒരു ഇൻഡിജർ ആണ്. അതുകൊണ്ട് 3 മൾട്ടിപ്ലൈ ചെയ്താൽ അതും ഒരു പോസിറ്റീവ് ഇൻഡിജർ ആയിരിക്കും. അപ്പൊ എനിക്ക് കുഴപ്പമില്ല. അപ്പൊ എനിക്ക് m എന്ന് പറയുന്നത് ഫോർ സം ഇൻഡിജർ m എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്തായി? m എന്തായി? ഇൻഡിജർ ആയി. കുഴപ്പമില്ല. അപ്പൊ അവിടെ കുഴപ്പമില്ല. അപ്പൊ 3m എന്ന് പറയുന്നത് ഫോമിൽ കിട്ടിയപ്പോ ഫസ്റ്റ് കേസിന് 3m എന്നുള്ള ഫോം കിട്ടി. ഇനി സെക്കൻഡ് കേസ്, കേസ് 2. കേസ് 1 നമ്മൾ എഴുതി. കേസ് 2 എന്താ? a എന്താ? ഞാൻ എടുക്കുന്ന പോസിറ്റീവ് ഇൻഡിജർ എങ്ങനെയാ? 3q + 1. അതിന്റെ സ്ക്വയറിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ എടുക്കുന്ന കൺസിഡർ ചെയ്യുന്ന പോസിറ്റീവ് ഇൻഡിജർ എങ്ങനെയാ? സെക്കൻഡ് കേസ് എങ്ങനെയാ? 3q + 1 എന്നുള്ളതാണ്. അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ a² = പലർക്കും ഇവിടെ തെറ്റ് വരാറുണ്ട്. a² എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ പറയുന്ന സാധനത്തിന്റെ സ്ക്വയർ ചെയ്യും. 9q² എഴുതും. ഇതിന്റെ സ്ക്വയർ ചെയ്യും. 1² എഴുതും. അതല്ല, ഈ പറയുന്ന 3q + 1 എന്ന് പറയുന്നതിന്റെ ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. പലപ്പോഴും തെറ്റാറുള്ളതാണ്. ഇവിടെ ഞാൻ തെറ്റ് കാണാറുണ്ട്, കുട്ടികളുടെ അടുത്ത് തെറ്റ് കാണാറുണ്ട്. അപ്പൊ അവിടെ ശ്രദ്ധിക്കാം, ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഇവിടെ തെറ്റാതെ നോക്കണം. അപ്പൊ a² എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഫുൾ സാധനത്തിന് എന്ത് ചെയ്യും? സ്ക്വയർ ചെയ്യാം. ആ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഇത് എന്ത് ഫോമാണ്? ഇത് ഏത് ഫോമാണ്? ഇത് a + b the whole square എന്നുള്ള ഫോമാണ് അല്ലെ? a + b the whole square എന്നുള്ള ഫോമാണ്. a + b the whole square എന്താ? a + b the whole square ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താ? a² + 2ab + b² അല്ലെ?
അല്ലേ? a plus b whole square എന്താ? അല്ല, a square plus 2ab plus b square അല്ലേ? ഓക്കെ, അപ്പൊ എന്താ വരാ? a എന്താ ഇവിടെ? 3q. സോ 3q the whole square plus 2 into 3q into 1 plus 1 square. എഴുതാലോ? So this can be written as 9q square plus 2 into 3 6q, 2 into 3q 6q into 1 6q plus 1 വരുമല്ലോ. അപ്പൊ ഈ കേസ് എന്തായി? ഇതിങ്ങനെ വന്നു. അപ്പൊ എനിക്ക് കിട്ടുന്നത് എന്തായിരുന്നു? 3m plus 1 എന്നുള്ള ഫോർമുലയാണ്. എനിക്കിപ്പോ വലിയൊരു സാധനം എടുത്തിരിക്കുന്നത് 3m plus 1 എന്നുള്ള ഫോർമുലയാണ് എനിക്ക് വരുന്നത്. എനിക്കിപ്പോ കിട്ടിയിരിക്കുന്നത് 9q square plus 6q plus 1. ഇതിപ്പോ എന്താ ചെയ്യാ അല്ലേ? ഇതിപ്പോ എന്താ ചെയ്യാ? ഇപ്പൊ നമുക്ക് ഇങ്ങനെ ചെറിയൊരു സാധനം, നേരത്തെ പിന്നെയും കുറച്ചും കൂടി നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. അപ്പൊ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടിയപ്പോൾ കുറച്ച് സുഖമായി. ഇതിപ്പോ എന്താ വലിയൊരു സാധനം പോകുന്നത് 3m plus 1. ഇതിപ്പോ എങ്ങനെയാ മാറ്റുക? ഇവിടെ നോക്കി നോക്കൂ. ഇവിടെ ഈ രണ്ടെണ്ണം എന്താ 9q സ്ക്വയറും 6q ഉണ്ട് അല്ലെ? 9q സ്ക്വയറും 6q ഉണ്ട്. അത് രണ്ടും എനിക്ക് 3നെ പുറത്തേക്ക് എടുക്കാം അല്ലെ? കുഴപ്പമില്ല, രണ്ടും 3യിൽ പോകുന്ന ആൾക്കാരാണ്, രണ്ടും 3 ഡിവിസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഞാൻ ആ രണ്ട് സാധനത്തിൽ ഈ പറയുന്ന രണ്ട് പേരെടുത്ത്, അതായത് 9q സ്ക്വയറും 6q, ഈ രണ്ടാൾക്കാരെടുത്ത് ഞാൻ 3നെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് 3നെ വെച്ച് പുറത്തേക്ക് ഇട്ടു. അപ്പൊ എന്താ ബാക്കി വരാ? 3q സ്ക്വയർ പ്ലസ് 2q ആണല്ലോ. ഈ രണ്ട് പേരെടുത്താണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ബാക്കി ആ 1നെ ഞാൻ ഒറ്റപ്പെടുത്തല്ലേ? 1 അവിടെ തന്നെ ഉണ്ട്, 1 ഞാൻ മാറ്റിയില്ല, 1 നമ്മൾ കടക്കാൻ പാടില്ല. അപ്പൊ 3 ഇൻറ്റു ഈ പറയുന്ന ഈ രണ്ടെണ്ണത്തിൽ നിന്ന് ഞാൻ 3നെ പുറത്തേക്ക് എടുത്തു. അപ്പൊ 3 ഇൻറ്റു 3q സ്ക്വയർ പ്ലസ് 2q പ്ലസ് 1. ഇനി ഇപ്പൊ എനിക്ക് ഇവിടെ ഒരു സാധനം ഓക്കെ റെഡി ഓക്കെ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഈ പറയുന്ന സാധനത്തിന് എനിക്ക് m എന്ന് വിളിക്കാം. അപ്പൊ എന്തായി? 3m plus 1. അതിപ്പോ എത്ര എളുപ്പം. അപ്പൊ രസമല്ലേ ചെയ്യാൻ? അപ്പൊ 3m plus 1 എന്ന് പറയുന്നത് ഫോമിൽ കിട്ടിയല്ലോ. ശരി, 3q സ്ക്വയർ ഈ പറയുന്ന രീതിയിൽ ചെയ്തപ്പോൾ 3m plus 1 എന്നുള്ള ഫോം കിട്ടി. അപ്പൊ 3m plus 1 എന്നുള്ള ഫോമിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ തന്നെ 3m കൊണ്ടുവന്നു, രണ്ടാമത്തെ 3m plus 1 കൊണ്ടുവന്നു. ശരി, അടുത്ത കേസ് ഒന്ന് നോക്കൂ. അടുത്ത കേസ് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യാം. അടുത്ത കേസ് നിങ്ങൾ ഒറ്റയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കാം. a = 3q plus 2 എന്നുള്ള ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുന്നു. അപ്പൊ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണെന്ന്. തേർഡ് കേസ്, കേസ് 3. എന്താ കേസ് 3 പറഞ്ഞത്? കേസ് 3 is a = 3q plus 2 ആണല്ലോ. ഇത് ചെയ്ത പോലെ തന്നെയാണ് ഇതിന്റെ. ഇപ്പൊ ഞാൻ കൺസിഡർ ചെയ്യുന്ന പോസിറ്റീവ് ഇന്റിജർ ഏത് ഫോർമുല? a = 3q plus 2. സോ അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ a സ്ക്വയർ. a സ്ക്വയർ ഏത് ഫോർമുല? 3q plus 2 the whole square. ഓക്കെ, അപ്പൊ ഇതെന്ത് വരും? a plus b the whole square ആണ്. വീണ്ടും 3q the whole square plus 2 into 3q into 2 plus 2 square ആണല്ലോ. This is equal to 9q square plus 2 into 3 6, 6 into 2 12, 12q plus 4. കൊള്ളാലോ, വീണ്ടും പണിയുന്നു. ഇതിപ്പോ എന്താ ചെയ്യാ? നേരത്തെ ഒരു 1 കണ്ടപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു അല്ലേ? ഇതിപ്പോ വലിയ കുഴപ്പമില്ലായിരുന്നു, നല്ല സിമ്പിളായി. ഇപ്പൊ 1 കണ്ടപ്പോൾ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ 4 ആണ്. ഇപ്പൊ എന്താ ചെയ്യാ അല്ലെ? ഒരു ആകെ 2 ഫോമേ തന്നിട്ടുള്ളൂ. ഇപ്പൊ എന്താ ചെയ്യാ? ആകെ കിടങ്ങാറായി. ഇപ്പൊ എന്താ ചെയ്യാ? ഇവിടെ നോക്കിയേ, 9q സ്ക്വയർ ഉണ്ട്, 12q ഉണ്ട്, 4 ഉണ്ട് അല്ലെ? ഞാൻ ഈ 4ൽ നിന്ന് ഈ 4നെ ഞാനൊരു സ്പ്ലിറ്റ് ചെയ്യണം. 4നെ എങ്ങനെ ചെയ്തു? 3 plus 1 എഴുതി കൂടെ അല്ലെ? 4 നമുക്ക് ഞാൻ എഴുതാം 3 plus 1 എന്നുള്ള ഫോമിൽ എഴുതാം. That means 9q square plus 12q plus ഈ 4നെ എഴുതിയാൽ 3 plus 1 എന്നുള്ള ഫോമിൽ എഴുതി. ഇപ്പൊ കുറച്ചൊരു സമാധാനം കിട്ടുന്നുണ്ടാവും അല്ലെ? ഇവിടെ ഒരു 1 ഒക്കെ കാണാൻ പറ്റും അല്ലെ? ശരി, അപ്പൊ എന്തായി? 9q square plus 12q plus 3 plus 1. ഇനി ഇതിന്ന് 3 പേരെടുത്ത് എനിക്കൊരു 3നെ പുറത്തേക്ക് എടുക്കാം അല്ലെ? അപ്പൊ എന്തായി? 3 into 3q square plus 3 into 3q square plus 4q plus 1 plus 1 അല്ലെ? ആയിട്ടില്ല. ഇതിനൊന്ന് 3m plus 1 നീറ്റായിട്ട് എഴുതാം. എഴുതി കൂടെ?
എഴുതിക്കൂടാ? അപ്പൊ എങ്ങനെ എഴുതിയാൽ 3 into 3q square plus 4q plus 1. ഈ 3 പേരെടുത്തുന്നതായിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ 3 പേരെടുത്തുന്നതായിട്ട് ഞാൻ എന്ത് ചെയ്തു? 3 നെ പുറത്തേക്ക് എടുത്തു. ഞാൻ എന്തായത് 4 നെ എന്ത് ചെയ്തു? 4 നെ സ്പ്ലിറ്റ് ചെയ്ത് 3 plus 1 ആക്കി. അപ്പൊ 3 into ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള സാധനം പ്ലസ് 1. 3 into 3q square plus 4q plus 1. നോക്കിയാ ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്ത് നോക്കിയാൽ 3 into 3q square 9q square. കുഴപ്പമില്ല. 3 into 4q 12q. 3 into 1 3. അപ്പൊ ഈ 3 പേരെടുത്തു ഞാൻ 3 നെ വെച്ച് പുറത്തേക്ക് എടുത്തു. അപ്പൊ എന്തായി? 3 into ബ്രാക്കറ്റിനുള്ളിൽ എന്താ 3q square plus 4q plus 1 plus 1. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഞാൻ m എന്ന് വിളിച്ചാൽ മതി. അപ്പൊ എന്തായി? 3m plus 1 എന്നുള്ള ഫോമിലായി. അപ്പൊ എനിക്ക് നേരത്തെ ഫസ്റ്റ് കേസ് 3m കിട്ടിയിരുന്നു, സെക്കൻഡ് കേസ് 3m plus 1 കിട്ടി, തേർഡ് കേസ് 3m plus 1 കിട്ടി. അപ്പൊ 3 കേസസും എന്താണ്? അതിന്റെ സ്ക്വയർ എടുത്ത സമയത്ത് എനിക്ക് 3m or 3m plus 1 or 3m plus 1 എന്നുള്ള ഫോം കിട്ടി. 3m or 3m plus 1 എന്നുള്ള ഫോം കിട്ടി. കിട്ടിയല്ലോ? ഓക്കെ, ഒന്നും കൂടി റിവൈൻഡ് അടിച്ച് കണ്ടു കഴിഞ്ഞാൽ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഒന്നും കൂടി നിങ്ങൾ റിവൈൻഡ് അടിച്ച് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്റെ കൂടെ തന്നെ ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, ഇതിങ്ങനെ ഇതിങ്ങനെ ഇതിങ്ങനെ. ഓക്കെ, ഒന്നും കൂടി ചെയ്ത് നോക്കാം. താങ്ക് യു.